ഫലസ്തീനിൽ സാമ്രാജ്യത്വ ശക്തികളുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി ഇസ്രയേൽ നടത്തുന്ന നരവേട്ടയ്ക്കെതിരായിട്ട് നാഷണൽ ലീഗ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ ജ്വാലയാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാ സഖാക്കളും സുഹൃത്തുക്കളും ഈ വിഷയം അവരുടെ ഹൃദയത്തിലേറ്റിയവരാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോളം പഴക്കമുള്ളതാണ് പലസ്തീൻ വിഷയങ്ങൾ. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ തലമുറയിലോ ഈ തലമുറയിലോ ജീവിച്ചിരിക്കുന്ന ഒരാളോടും വിശദീകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം നമ്മുടെ ജീവിതത്തിലുടനീളം നാം കണ്ടറിഞ്ഞ രംഗങ്ങളാണ് ഫലസ്തീനിൽ നിന്നും ഗാസയിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 7-ന് ശേഷമുണ്ടായ ഫലസ്തീൻ ഗാസ അധിനിവേശത്തിൽ 37,000-ഓളം നിരപരാധികളായ കുഞ്ഞുങ്ങളും അമ്മമാരും ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞ ഒരവസ്ഥയിലാണ്. ക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ്. ഇവിടെ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തരം വിഷയങ്ങളിൽ എല്ലാ കാലത്തും ഇരകൾക്കൊപ്പം നിന്ന പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങൾ. ഇരയുടെ വോട്ട് ബാങ്കോ ഇരയുടെ വർഗമോ ജാതിയോ മതമോ രാഷ്ട്രമോ നോക്കാതെ ഇര ഏതാണോ ആ ഇരയുടെ അവകാശത്തിനു വേണ്ടി നിൽക്കുക എന്ന കമ്മ്യൂണിസ്റ്റ് ധർമ്മമാണ് ഇന്ത്യയിലടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. നിർഭാഗ്യവശാൽ ഫലസ്തീൻ വിഷയത്തിലടക്കം ഇരകൾക്ക് വേണ്ടി കൂടുതൽ ശബ്ദിക്കുന്നു എന്ന കാരണത്താൽ തെരഞ്ഞെടുപ്പാനന്തര കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആണ് എന്നുള്ളത് ഏറെ ദുഃഖിപ്പിക്കുന്ന ഒന്നാണ്. അതിനെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിക്കപ്പെടും. അത്തരം ആളുകളോട് കൃത്യമായി നമുക്കും നാഷണൽ ലീഗ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്ക് പൊതുവെയും പറയുവാനുള്ളത്, ഗാസ തെരുവോരങ്ങളിൽ, ഫലസ്തീൻ തെരുവോരങ്ങളിൽ പിഞ്ചി ചീന്തപ്പെടുന്ന നിരപരാധികളായ ഫലസ്തീനികൾക്ക് വേണ്ടി ഇസ്രയേലിന്റെ തലസ്ഥാനമായ തെല്ലവീവിൽ ഉച്ചത്തിൽ മുഷ്ടി ചുരുക്കിക്കൊണ്ട് മുദ്രാവാക്യങ്ങളുമായി സാമ്രാജ്യത്വത്തിനും സയനിസത്തിനുമെതിരായിട്ട് പ്രതികരിക്കുന്നത് ഇസ്രയേൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് ഫലസ്തീനിൽ നാളെ ഒരു തെരഞ്ഞെടുപ്പുണ്ടാകുമോ, ഫലസ്തീനിൽ ഇടതുപക്ഷമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അധികാരത്തിൽ വരുമോ എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലല്ല. നമ്മുടെ ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുമത വിശ്വാസികളാണ്, ക്രിസ്തുമത വിശ്വാസികളാണ്. ഇസ്ലാം മതത്തിലെ മതമൌലികവാദ ശക്തികൾ ഏറെക്കാലമായി വേട്ടയാടപ്പെടുന്ന രണ്ട് ന്യൂനപക്ഷ സമൂഹങ്ങളാണ് ക്രിസ്ത്യൻ സമൂഹവും ഹിന്ദു സമൂഹവും. ആ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കറാച്ചി തെരുവോരങ്ങളിലും ഇസ്ലാമാബാദിലും സമരരംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത് പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. നേപ്പാളിലെത്തിയാൽ അത് അവിടുത്തെ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ, ബംഗ്ലാദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തപ്പെട്ടിട്ടുള്ള ധർമ്മസമരം എന്ന് പറയുന്നത് അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടിയാണ്. ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സിറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇറാഖിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, അങ്ങനെ ലോകത്തെവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമുണ്ടോ അവർ ഏറ്റെടുത്തിട്ടുള്ള ഒരു ധർമ്മമുണ്ട്. അത് മാനവികതയിൽ അധിഷ്ഠിതമായ ഒരു ധർമ്മമാണ്. ആ ഒരൊറ്റ ധർമ്മം മാത്രമാണ് ഫലസ്തീൻ വിഷയത്തിലായാലും പൌരത്വ വിഷയത്തിലായാലും വേട്ടയാടപ്പെടുന്ന ഇരകൾക്കൊപ്പം നിൽക്കുക എന്ന ധർമ്മം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സ്വീകരിച്ചിട്ടുള്ളത്. നിർഭാഗ്യവശാൽ എടുത്തു പറയേണ്ടി വരുന്നു, ആ ഇരകളിൽ നിന്ന് പോലും
പ്രതിബദ്ധതാപൂർണമായ ഒരു സമീപനം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ടാകുന്നില്ല എന്നുള്ളത് ഞങ്ങൾ കണ്ടറിഞ്ഞ ഒരു സത്യമാണ്. അത് ഖേദകരമാണ്. അത് അത്തരം സമൂഹങ്ങളും പാർശ്വവൽകൃത സമൂഹങ്ങളും അതുപോലെ തന്നെ മനുഷ്യാവകാശ സംഘടനകളും മാനവികതയിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ വിശ്വാസികളും തിരിച്ചറിയപ്പെടേണ്ട ഒന്നാണ് എന്ന് ഈ നാട്ടിലെ ജനാധിപത്യ സമൂഹങ്ങളും പാർശ്വവൽകൃത സമൂഹങ്ങളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും ഫലസ്തീനിലെ അടക്കം ലോകത്തെമ്പാടുമുള്ള ക്രൂരമായ നരഹത്യകൾക്കും സാമ്രാജ്യത്വ അധിനിവേശത്തിനുമെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ടു പോകേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള സമര പോരാട്ടങ്ങൾക്ക് സംസ്ഥാനത്തുടനീളം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 10 ദിവസമായി നാഷണൽ ലീഗ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുള്ള പ്രതിഷേധ ജാലകൾ ഉയർത്തുന്നത്. നമ്മുടെ ഈ പരിപാടിക്ക് ഇവിടെ എത്തിയിട്ടുള്ളത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജയ്യനായ നേതാവ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സാരഥി, എല്ലാ കാലത്തും പാർശ്വവൽകൃത സമൂഹങ്ങളോടും അടിസ്ഥാന വർഗത്തോടും സാധാരണക്കാരന്റെയും വിഷയങ്ങളോടും പ്രശ്നങ്ങളോടും ഹൃദയം കൊണ്ട് ഏറ്റെടുത്തിട്ടുള്ള നമുക്കൊക്കെ മാതൃക രാഷ്ട്രീയ ജീവിത മാതൃകയായ സഖാവ് പന്ന്യൻ രവീന്ദ്രനാണ്. മുൻ എംപിയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ പ്രദേശത്തു നിന്നും അദ്ദേഹം ജനാധിപത്യ സമൂഹങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് മത്സരിച്ചിരുന്നു. നമ്മളടക്കം എല്ലാ ശക്തികളും, എല്ലാ സമൂഹങ്ങളും, നന്മ കാക്ഷിക്കുന്ന മുഴുവൻ സമൂഹങ്ങളും അദ്ദേഹത്തിന് വേണ്ടി ആവത് പണിപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ പോലും ജയപരാജയങ്ങൾ ഏത് തന്നെയായാലും ഏറ്റെടുത്തിട്ടുള്ള മുദ്രാവാക്യങ്ങളും നാം ഉയർത്തുന്ന ആശയങ്ങളും കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ചെറുകൂട്ടായ്മയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ യോഗത്തിൽ ഈ പ്രതിഷേധ ജാലയുടെ അധ്യക്ഷനാകുന്നത് ഇതിന്റെ നാഷണൽ ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ALM കാസിമാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഡോക്ടർ A സമ്പത്ത്, അദ്ദേഹവും മുൻ എംപിയാണ്. അദ്ദേഹത്തെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ RJDയുടെ ജില്ലാ സെക്രട്ടറി, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ വിഴിഞ്ഞം ജയകുമാർ സാറിനെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നാഷണൽ ലീഗിന്റെ ഏറ്റവും സമുന്നതരായ എല്ലാ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ജില്ലയുടെ തന്നെ എല്ലാ നേതാക്കളും ഇവിടെ എത്തപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ടും കൂടിയിട്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യസ്നേഹികളെയും സ്വാഗതം ചെയ്തുകൊണ്ടും വിരമിക്കുന്നു. ഇതിന്റെ അധ്യക്ഷനായി ALM കാസിം അവരെ ക്ഷണിച്ചോളൂ. ബഹുമാന്യരെ, സഹാക്കളെ, സുഹൃത്തുക്കളെ, സ്വാഗത പ്രാസംഗികൻ പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തെപ്പറ്റി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അവിടെ നടക്കുന്ന കൊടും ഭീകരതയെപ്പറ്റി ഇവിടെ വിവരിക്കുകയുണ്ടായി. ഇനി കൂടുതലായി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ സംസാരിക്കുന്നത് ശരിയുള്ളതല്ല. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആദരണീയനായ മുൻ എംപിയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവുമായ സഹാവ് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ സന്നിഹിതരായ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ സുഹൃത്തുക്കളെ, നമ്മുടെ നാടിന്റെ പൊതുസ്ഥിതിയെക്കുറിച്ചും നമ്മളിന്ന് കാണുന്ന സംഭവങ്ങളെക്കുറിച്ചും സ്വാഗത പ്രസംഗത്തിൽ വളരെ കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തി. നമ്മളെ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായിരുന്നു. ഏതാണ്ട് 2-2.5 മാസക്കാലം ലോകകാര്യങ്ങളിൽ നമുക്ക് പലപ്പോഴും ഇതുപോലെ പ്രതിഷേധിക്കാൻ അവസരമില്ലായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടല്ലേ. എന്നാൽ സത്യം സത്യമാണ്. ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളും അവരെല്ലാം ഈ ലോകത്ത്
പിറന്ന നാട്ടിൽ ജീവിക്കാൻ അധികാരമുള്ളവരാണ്. പിറന്ന നാട് എന്നത് നമ്മുടെ എല്ലാം മനസ്സിനകത്ത് ഒരിക്കലും മങ്ങാത്ത ഒരു സ്വപ്നമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശവശരീരം കൊണ്ടുപോയി ഗംഗയുടെ തീരത്ത് കൊണ്ടുപോയി അവിടെ നിന്ന് കത്തിക്കണം, ചിതാഭസ്മം ഗംഗയിൽ ഒടുക്കണം. എന്തുകൊണ്ട്? ഞാൻ ഹിന്ദുവായതുകൊണ്ടല്ല, ഹിന്ദു ആചാരമല്ല. ഞാൻ ചെറുപ്പകാലത്ത് കളിച്ചു വളർന്ന ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം. നമ്മുടെ നാട്ടിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. പക്ഷെ എല്ലാ മനുഷ്യരുടെയും മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട അവന്റെ സങ്കല്പമാണ് പിറന്ന നാട് എന്ന് പറയുന്നത്. ആ നാടാണ് ലോകത്തിലെ ഒരു വിഭാഗം മനുഷ്യർക്ക് നിഷേധിച്ചിരിക്കുന്നത്. അവർക്ക് ആ നാട്ടിൽ നിന്നുകൂടെ അടിച്ചോടിക്കും. അടിച്ചാണെങ്കിൽ മാത്രമല്ല, വെട്ടിയും കുത്തിയും കൊല്ലും, അവരെ വെടിവെച്ച് കൊല്ലും, ബോംബിട്ട് തകർക്കും. അവിടുത്തെ കൊച്ചുകുട്ടികൾ സ്വന്തം ശരീരത്തിൽ സ്വന്തം പേര് പച്ചകുത്തി വരികയാവർ. കാരണം എന്താ? മരിച്ചു കഴിഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാവാൻ കുടുംബക്കാർക്ക് പോലും അറിയില്ലല്ലോ ആരാണ്. അങ്ങനെ ഒരു അവസ്ഥ ഈ 21ാം നൂറ്റാണ്ടിൽ ഈ ലോകത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കേൾക്കുമ്പോൾ ധരിക്കും അങ്ങനെ നടക്കുമോ എന്ന്. എന്നാൽ സത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിന്റെ തുടക്കമെന്ന് പറയുന്നത് ഹമാസിന്റെ ഒരാക്രമണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി അതിനെതിരെ ലോകത്തിലാകമാനം പ്രചരണം അഴിച്ചുവിട്ടു. ആ പ്രചരണം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പത്രങ്ങൾ നിങ്ങൾ കണ്ടു കാണും. ഒരു പുതിയ കോഴ്സ് ആരംഭിക്കുന്നു പത്രത്തിന്റെ മുൻപില്ല. ഒരു പേജ് മുഴുവൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുടെ പരസ്യമാണ്. ഒരു കോഴ്സ് ആരംഭിക്കുന്നു. അതുപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ പരസ്യമാണ് വാർത്തയായി വന്നത്. എന്താ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്? ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദികൾ ഇസ്രയേലിനെ ആക്രമിച്ചു എന്ന്. ഈ വാർത്ത കൊടുത്തത് ആരായിരുന്നു? ആ വാർത്തയുടെ ഉറവിടം എവിടെയായിരുന്നു? നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ പത്രങ്ങൾ വന്ന വാർത്തകളില്ലേ, ആ വാർത്തകൾ സ്പോൺസേഴ്സ് വാർത്തയാണ്. അതുപോലെ ഈ വാർത്ത കൊടുത്തത് അമേരിക്കൻ ഏജൻസികളാണ്. അമേരിക്കൻ ഏജൻസികൾ ബോധപൂർവം വാർത്ത കൊടുത്തതാണ്. അതിനെക്കുറിച്ച് പിന്നീട് റോയിട്ടർ തന്നെ വാർത്തയിൽ പറഞ്ഞു, ഇതിന് പിന്നിൽ ഒരുപാട് കളിയുണ്ടായിരുന്നു എന്ന് ലോകം സംശയിക്കുന്നു. എന്താ കളി? ഈ ഗാസ എന്ന പ്രദേശമുണ്ടല്ലോ, ആ പ്രദേശം ലോകത്തിലെ ഏറ്റവും സമ്പത്തുള്ളൊരു പ്രദേശമാണ്. ആ ഭൂമിക്കടിയിൽ ലോകത്ത് ആവശ്യമുള്ള രാസപദാർത്ഥങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗം ആ ഭൂമിക്കടിയിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഗാസ സ്വന്തമാക്കണം. സ്വന്തമാക്കണമെങ്കിലോ അവിടുത്തെ മനുഷ്യരെല്ലാം അടിച്ചോടിക്കണം, അവരെ കൊന്നൊടുക്കണം. അവർ പറഞ്ഞത് ഓർമ്മയില്ലേ? അവർ പറഞ്ഞത് ഈ ഗാസയിൽ ജീവിക്കുന്ന സകല മനുഷ്യരെയും ഞങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കൊല്ലുമെന്നാണ്. ലോകത്തിൽ മനുഷ്യാവകാശമുണ്ട്, ജീവിക്കാനുള്ള അവകാശമുണ്ട്, ലോക നിയമങ്ങളുണ്ട്. ഈ ലോക നിയമങ്ങൾ ഉള്ളപ്പോഴാണ് ലോകത്തിൽ എന്നും ആരെയും എന്തും ചെയ്യാൻ മടിക്കാതെ ഇസ്രയേൽ നിരന്തരമായി ജനങ്ങളെ കലാപത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവരെ വെടിവെച്ച് കൊല്ലുന്നു, ബോംബിട്ട് കൊല്ലുന്നു, ആശുപത്രികൾ തകർക്കുന്നു. നമുക്കറിയാം, ലോകത്തിന്റെ ചരിത്രത്തിൽ യുദ്ധത്തിൽ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ വെറുതെ ഉണ്ടായതല്ല. ആ നിയമങ്ങൾക്ക് പിന്നിലൊരു കഥയുണ്ട്. ആ നിയമങ്ങൾ ബദർ യുദ്ധകാലത്ത് നബി തിരുമേനി പ്രഖ്യാപിച്ച നിയമങ്ങളാണ്. ബദർ യുദ്ധം കഴിഞ്ഞപ്പം യുദ്ധത്തിൽ ജയിച്ചു 313 പേർ. അവർ ജയിച്ചപ്പോൾ അവർ ആഹ്ലാദ നൃത്തമാടുക. അപ്പോഴേ നബി തിരുമേനി പറഞ്ഞു, നിർത്ത്, നിങ്ങൾ ആഹ്ലാദിക്കേണ്ടതല്ല. മരിച്ച മനുഷ്യർക്ക് ഇപ്പം ആത്മശാന്തി നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. അത് പറയാൻ ലോകത്തിൽ ഒരാളാണ് അന്നുണ്ടായത്. അദ്ദേഹം അത് മാത്രമല്ല പറഞ്ഞത്, യുദ്ധത്തിന് വരുന്ന എതിർ പട്ടാളക്കാരുണ്ടല്ലോ, അവർക്ക് ആളുണ്ട്, അർത്ഥമുണ്ട്, ആയുധമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാമുണ്ട്.
അവർക്ക് എന്തും ചെയ്യാൻ കഴിയും. ആ ആളുകളോട് ഇദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഭടന്മാർ എതിരാളി നമ്മളെ ആക്രമിക്കാൻ വന്നാൽ മാത്രം തിരിച്ചടിക്കണം, അല്ലെങ്കിൽ അവനെ വെറുതെ വിട്ടേക്കണം. യുദ്ധ നിയമങ്ങളാ, ആശുപത്രികൾ ഒഴിവാക്കണം, മനുഷ്യൻ നിൽക്കുന്ന പ്രധാന പ്രദേശങ്ങളെല്ലാം ഒഴിവാക്കണം. അങ്ങനെ യുദ്ധത്തിന് നിയമം പോലും സൃഷ്ടിച്ചത് ആ കാലത്താ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം. നമുക്ക് രാജ്യത്ത് രാജ്യങ്ങളെല്ലാം ചേർന്ന ഒരു സഭയുണ്ട്. ആ സഭയുടെ പേര് ഐക്യരാഷ്ട്രസഭ. ഐക്യരാഷ്ട്രസഭയാണ് ലോകത്തെ ഏത് കാര്യങ്ങളും നോക്കുന്ന ഐക്യരാഷ്ട്രസഭയാണ്. അങ്ങനെയുള്ള ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിൽ വെച്ചവർ പറയുന്നു, ഞങ്ങൾ തീരുമാനിക്കുന്നു ആരാണ് ഏത് രാജ്യമാണെന്ന് നമ്മൾ തീരുമാനിക്കുമെന്ന്. എന്താ അധികാരം? നമ്മുടെ രാജ്യം ദുഃഖകരമായൊരു കാര്യം അതാണ്. നമ്മളെല്ലാം ഇന്ത്യക്കാരാ, ലോക സമാധാനത്തിന്റെ വക്താക്കളാണ് നമ്മൾ. മാത്രമല്ല, യുദ്ധത്തിനെതിരായി ചേരിചേരാ പ്രസ്ഥാനമുണ്ടാക്കിയും ലോകത്തിലെ മനുഷ്യരെ ആകമാനം കൊണ്ടുപോയി ആ ചേരിചേരാ പ്രസ്ഥാനത്തിൽ ഒരു വലിയ വിഭാഗം ആളുകളെ കൊണ്ടുവരികയും ചെയ്ത ഒരു വലിയ പ്രസ്ഥാനമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം. നമ്മൾ പറഞ്ഞു, പഞ്ചശീലങ്ങൾ പറഞ്ഞു. നമ്മൾ സമാധാനത്തിന്റെ സന്ദേശം ഇന്ത്യയിൽ നമുക്കെല്ലാം അറിയാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു റോസാപ്പൂ തന്റെ കുപ്പായത്തിന് മുകളിൽ കുത്തിവെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കുട്ടികളുടെ കൂടിയാണ് ഞാൻ. നമ്മുടെ രാജ്യത്തെ കുട്ടികളാ വേണ്ടത്. ആ കുട്ടികളാണ് നിങ്ങൾ കണ്ടല്ലോ, ഇപ്പം പലസ്തീനിലെ കുട്ടികൾ അവർ കയ്യിൽ പേര് കുത്തിക്കൊണ്ട് നടക്കുന്നു. മരിച്ചുപോയാൽ ആരാണെന്ന് തിരിച്ചറിയാൻ. അതാണ് പുതിയ ലോകം. അതുകൊണ്ട് നമുക്ക് ഉള്ള അവകാശങ്ങളുണ്ട്, മനുഷ്യാവകാശങ്ങൾ. ആ അവകാശങ്ങൾ ഇവിടെ നിഷേധിക്കപ്പെടുന്നു. ഇപ്പം നമ്മെ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ടല്ലോ. ഐക്യരാഷ്ട്രസഭ അവിടെ തന്നെ പലതുമുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ വിഭിന്ന വിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഐക്യരാഷ്ട്രസഭ ലോകത്തോട് ഐക്യരാഷ്ട്രസഭ പറയുന്നു, ഞങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശരിയാണ്. പക്ഷെ അവിടെ പല കാര്യങ്ങളിലും അനാവശ്യമായി വീറ്റോ ചെയ്യുകയും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ അവിടെ തകരുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. ഇപ്പൊ ഒടുവിലായി അവരിപ്പോ പറഞ്ഞു ഒരു കാര്യം, എന്താണ്? യുദ്ധം നിർത്തിവെക്കാൻ. ഈ നിർത്തിവെക്കാൻ പുറത്ത് പറയുമ്പോൾ ആ പറയുന്ന ആളുകൾക്ക് നിർത്തിവെക്കാൻ ആത്മാർത്ഥമായി നിർത്തിവെക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഏർപ്പാടുകൾ മാത്രമാണ്. അതുകൊണ്ട് ഇന്ത്യൻ ജനത നീതിയുടെ ഭാഗത്താണ്. ആ നീതിക്ക് വേണ്ടി പോരാടുന്ന ജനങ്ങൾക്ക് പിന്തുണ കൊടുത്തത് നമ്മുടെ രാജ്യത്തിന്റെ ദീർഘമായ കാലത്തെ നമ്മുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യം നമ്മുടെ രാജ്യത്തിലെ ദേശീയ പ്രസ്ഥാനം വളർത്തിയെടുത്ത പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തെയാണ് നമ്മുടെ മുമ്പിൽ വെച്ച് ഇപ്പം വെല്ലുവിളിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ജനിച്ച ആളുകളും അവരൊക്കെ പറയുന്നത് വലിയ ചിന്തകന്മാരാണ്, എന്തും പറയാൻ അവകാശമുണ്ട്. ഒരു ക്രിറ്റിസമാണ്. എന്താ ക്രിറ്റിസം? നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യന് എന്തെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ ആ വേദനയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവനെ സഹായിക്കാൻ പോകുന്ന നമ്മുടെ പാരമ്പര്യം. അപ്പോൾ എന്താ ക്രിറ്റിസം നമ്മുടെ നാട്ടിൽ? ആ ക്രിറ്റിസം എന്ന് പറഞ്ഞാൽ നീതിയുടെ ഭാഗത്തിലെ ക്രിറ്റിസം വേണ്ടത്. എവിടെ നീതി? നമ്മളെ മുമ്പിൽ വെച്ച് നമുക്കെല്ലാം അറിയും പോലെ നമ്മുടെ മുമ്പിൽ വെച്ച് മനുഷ്യനെ കശാപ്പ് ചെയ്യുമ്പോൾ, കൊന്നൊടുക്കുമ്പോൾ, ആശുപത്രികളെ ബോംബിട്ട് തകർക്കുമ്പോൾ, മനുഷ്യന്റെ ജീവൻ രക്ഷാകേന്ദ്രങ്ങളെല്ലാം തകർത്തെറിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയുന്നത് അതൊക്കെ ക്രിറ്റിസമാണ്. എന്താ ക്രിറ്റിസം? അമേരിക്കൻ ഏജന്റുമാർ പറയുന്നത് മാത്രമാണോ ലോകത്തിലെ യഥാർത്ഥ വിവരം? ഒരിക്കലുമല്ല. അമേരിക്കൻ ഏജന്റുമാർ അവർ കൊടുത്ത വാർത്ത വെച്ചുകൊണ്ട് ഹമാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് ലോകത്ത് പോരാടുന്ന മനുഷ്യർക്കെതിരായി അപവാദം പറഞ്ഞു വരുത്തി ആദ്യമായി തന്നെ. അത് അപവാദം വന്ന ഇതിന്നല്ല, എല്ലാ കാലത്തുള്ളതാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം എന്താ? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഇവിടെ പോരാട്ടത്തിന്റെ ഭൂമിയിൽ നമ്മൾ നിൽക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തിരിച്ചടിക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ നമുക്കെല്ലാം അറിയുന്നത്. ഭഗത് സിംഗ്, നമ്മുടെ രാജ്യത്തിലെ ജനകീയ പ്രസ്ഥാനത്തിന്റെ നായകനായ ഭഗത് സിംഗ് പോരാട്ട ഭൂമിയിൽ വന്നത് അങ്ങനെയാ. അദ്ദേഹം പറഞ്ഞു, ചോരക്ക് ചോര, ജീവന് ജീവൻ. അത് നമ്മുടെ രാജ്യത്തിന്റെ മുദ്രാവാക്യമായിരുന്നില്ല, പക്ഷെ അത് വേണ്ടി വന്നു. മഹാത്മാഗാന്ധി ഇപ്പുറത്ത് പറഞ്ഞു,
നമുക്ക് എല്ലാ ആളുകൾക്കും ഒരു അക്രമരഹിത പ്രസ്ഥാനം നമുക്ക് ആരംഭിക്കാമെന്ന്. ആ പ്രസ്ഥാനം നടക്കുമെന്ന് തന്നെ ഭഗത് സിംഗ് പറഞ്ഞു. ഒരു ഇന്ത്യക്കാരനെ കൊന്നാൽ പകരം തിരിച്ചു കൊല്ലുമെന്ന് പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ നമ്മുടെ നാട്ടിൽ. എന്നാൽ ആ ഭഗത് സിംഗിനെ ലോകത്തിലാകമാനം പ്രചരിപ്പിച്ച് ഇന്ത്യക്കാരെല്ലാം ഇതുപോലെ കൊലയാളികളാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ അന്ന് ആരെങ്കിലും വന്നാൽ നമ്മുടെ മനസ്സെന്തായിരിക്കും? അതുപോലാണ് ഹമാസ് എന്ന് പറയുന്ന പ്രയോഗം. ഹമാസ് തിരിച്ചടിച്ച് കാണും. അടിച്ച് ഒരുപാട് അടികൊള്ളുമ്പോ നമ്മൾ മരിക്കാൻ വേണ്ടിയാണോ? നമ്മൾ തിരിച്ചടിക്കും. അടിക്കാൻ അവകാശമുണ്ട്. അത് വെച്ചുകൊണ്ട് ലോകത്തിലാകമാനം ചില മാന്യന്മാർ പ്രചരണം നടത്തുകയും അമേരിക്കൻ ഏജൻസികൾ കൊടുത്ത കാശിന്റെ ബലത്തിൽ ലോകത്തിലാകമാനം പ്രചരണം നടത്തി. എന്തായിരുന്നു? ഹമാസാണ് ഈ കുഴപ്പത്തിന് മുഴുവൻ കാരണം. ഹമാസിനെ നിരോധിക്കണമെന്നാണ്. ഹമാസാണ് കുഴപ്പത്തിന് കാരണമെന്ന് പറയുമ്പോൾ അതുവരെ നടന്ന കുഴപ്പങ്ങളെ കുറിച്ച് അവരെന്താ മിണ്ടാത്തത്? എന്താ പറയാത്തത്? ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഈ പാവപ്പെട്ട മനുഷ്യരെ ഭൂപ്രദേശങ്ങൾ അവർ കുറേശ്ശെ വെട്ടി പിടിച്ചുകൊണ്ടുപോകുമ്പോൾ എതിർക്കാൻ പാടില്ലെന്നാണ് ന്യായം. അതാണ് നമ്മൾ ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യം ഇന്ത്യയുടെ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം സമാധാനത്തിന്റെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യം നീതിയുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യം രാജ്യത്തിന്റെ സ്വത്ത് കൈയടക്കുന്ന ഏത് വമ്പനെയായാലും എതിർക്കാനുള്ള പാരമ്പര്യമാണ്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ഒരുമിച്ച് പറയാം, പലസ്തീൻ ജനത സ്വന്തം നാട്ടിൽ ജീവിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പോരാട്ടത്തിൽ നമ്മുടെ മനസ്സ് അവരെ കൂടിയാണെന്ന് നമുക്ക് പ്രഖ്യാപിക്കാം. അതിനുവേണ്ടി ILS സംഘടിപ്പിച്ച ഈ പരിപാടി അർത്ഥവത്തായ പരിപാടിയാണ്. നമ്മൾ വോട്ടിന്റെ കാര്യമല്ല. ചിലര് പറയും വോട്ടിന് വേണ്ടി പറയാ. വോട്ടും ഇതുമായി ബന്ധമില്ല. ഇതും വോട്ടും ഒരു കാര്യമല്ല. വോട്ട് വേറെ കാര്യം. പക്ഷേ നമുക്ക് മനുഷ്യനായി ജീവിക്കണം. നമുക്ക് സമാധാനം വേണം. നമുക്ക് നീതി വേണം. നീതി നടക്കണം. അനീതി കാട്ടുന്നവരെ എതിർക്കണം. അതിനുവേണ്ടിയുള്ള പ്രസ്ഥാനമായി നമുക്ക് മുന്നോട്ട് പോകാം. INR സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പോകാം. നിങ്ങളുടെ കൂടെ എന്നും ഞങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നു. ഞാൻ നിർത്തട്ടെ. നമസ്കാരം. നമ്മുടെ ഈ പ്രതിഷേധ ജ്വാലയിൽ കുറച്ച് വിദ്യാർത്ഥി സഹോദരന്മാർ കടന്നു വന്നിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യുകയാണ്. അതിനോടൊപ്പം നാഷണൽ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി സത്താർ കുന്നൂർ സാഹിബ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ നാഷണൽ ലീഗിന്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി തങ്ങൾ അവർ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. INCC GCC കൺവീനർ സുബൈർ പടപ്പ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ താച്ചില്ലൂർ അബ്ദുസലീം മൗലവി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സംസാരിക്കുന്നതിലേക്ക് വേണ്ടി വിഴിഞ്ഞം ജയകുമാർ അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് കൊച്ചുകുഞ്ഞുങ്ങളെയും അമ്മമാരെയും സർവചരാചരങ്ങളെയും കാണുന്നത് പോലെ മനുഷ്യത്വപരമായി ഈശ്വരനാണ് കൊച്ചുകുഞ്ഞുങ്ങളെന്ന് പറയുന്നതെങ്കിൽ അമ്മമാര് ഈ ലോകത്തിന്റെ നിലനിൽപ്പാണെന്ന് വിശ്വസിക്കുന്ന പുരാണങ്ങളും മതഗ്രന്ഥങ്ങളും അനുശാസിക്കുന്ന ഒരു രാജ്യമാണ് ഈ ഭാരതം. അതുകൊണ്ടാണ് പാലസ്തീനിൽ നടന്നുവരുന്ന ഈ നരഹത്യ വളരെ നിഷ്ഠൂരമായിട്ട് അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കുടികൊള്ളുന്ന ഒരു ജനതയെ അവരോടൊപ്പം അവരുടെ ഭർത്താക്കന്മാര്, കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കള് ഒക്കെ കൊന്നെടുക്കുന്ന ഒരു പ്രവണത ഈ ലോകം മുഴുവനും കണ്ടുവരികയാണ്. ഇത് മനുഷ്യനായി ജനിച്ച മനുഷ്യത്വമുള്ള ഓരോ മനുഷ്യന്റെയും മനസ്സാക്ഷിക്ക് നിരക്കാത്തതും, നമ്മൾ ഓരോ ദിവസവും ആഹാരം കഴിക്കുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കുന്നുണ്ടോ, അവർക്ക് ജലം കിട്ടുന്നുണ്ടോ, സ്വന്തം അമ്മയുടെ മുലപ്പാല് കിട്ടുന്നുണ്ടോ,
അവരുടെ രക്ഷിതാക്കൾ അവരെ രക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? ആ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ എന്താണ് കഴിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ ആഹാരം ഇറങ്ങാൻ വളരെ വിഷമമാണെന്ന്. ഇത് എത്ര പേർക്കുണ്ടാകും? ഭാരതം എന്ന് പറയുന്നത് ലോകത്തുള്ള സർവ്വചരാചരങ്ങളെയും ജനങ്ങളെയും ഒന്നായി കണ്ട് സ്നേഹിക്കുവാൻ പഠിപ്പിച്ച ആ മൂല്യങ്ങൾ ഉൾക്കൊണ്ട ഈ ഭാരതത്തിലെ ഭരണാധികാരികൾ പോലും ക്രൂരമായി നിഷ്ഠൂരമായി നടക്കുന്ന ഇസ്രയേലിനെതിരെ ഒരക്ഷരം മിണ്ടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമാണ്. നമുക്ക് സങ്കടം വരുന്നുണ്ട്. മാത്രവുമല്ല, ആ പാലസ്തീൻ ജനതയ്ക്ക് അവർക്ക് വേണ്ടുന്ന സഹായം നൽകുന്നതിന് പകരം അവരെ ഉപദ്രവിക്കുന്ന, അർദ്ധരാത്രിയിൽ പോലും ആലംബഹീനരായി കഴിയുന്ന ജനതയെ ആശുപത്രിയിൽ കയറി നിഷ്ഠൂരമായി കൊല്ലുമ്പോൾ, അവർ ഒളിച്ച് എവിടെയെങ്കിലും ജീവിക്കുവാൻ വേണ്ടി അഭയം പ്രാപിക്കുമ്പോൾ ആ അഭയകേന്ദ്രങ്ങളെ ഉപദ്രവിക്കുന്ന പ്രവണത കണ്ടിട്ടും ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ച ഭാരതത്തിലെ ഭരണാധികാരികളോട് ലജ്ജ തോന്നുന്ന സത്യത്തിൽ നമുക്ക് സങ്കടം വരികയാണ്. എന്താ മനുഷ്യരല്ലേ? മനുഷ്യരെയെല്ലാം ഒന്നായി കാണുന്ന ഈ ഭാരതത്തിലെ സംസ്കാരം എവിടെ പോയി എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോവുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് മുമ്പ് നമ്മുടെ മനുഷ്യസ്നേഹിയായ സഖാവ് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പിലെ വോട്ടിന് വേണ്ടി എന്ന് പറഞ്ഞേനെ. ഞങ്ങൾ പറയുന്നു, വോട്ടിന് വേണ്ടിയല്ല, മനസാക്ഷിക്ക് വേണ്ടി പറയുകയാണ്. പാലസ്തീൻ ജനത എന്താണ്? മനുഷ്യരല്ലേ? അവർ ജീവിക്കണ്ടേ? ശുദ്ധവായു കിട്ടണ്ടേ? അവരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പറയുമ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ ഭരണാധികാരികൾ പറയുന്നു, മുസ്ലിങ്ങളെ നമുക്ക് ഇന്ത്യയിൽ വേണ്ട എന്ന് പറയുന്നു. ഇതിനെന്താണ് അർത്ഥം? അപ്പോ ഭാരതത്തിലെ സംസ്കാരം എവിടെ പോയി? അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ഈ പാലസ്തീനിൽ നടക്കുന്ന സംഭവത്തിന് നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണ്ട. നിങ്ങൾ കൂടി ഇസ്രയേലിനോട് ചേർന്ന് അവിടുത്തെ പാവപ്പെട്ട ജനതയെ കൊന്നൊടുക്കാൻ നിൽക്കരുത്. അതിനുള്ള മനസ്സാക്ഷിയെങ്കിലും കാണിക്കൂ എന്നാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ഇന്ത്യൻ ഭരണാധികാരികളോട് പറയാനുള്ളത്. പാവപ്പെട്ട ആ പാലസ്തീനിലെ ജനതയെ കൊന്നൊടുക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് സമാധാനം വരൂ എന്ന് ഇസ്രയേൽ പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ലോകത്തുള്ള മുസ്ലിങ്ങളെ നശിപ്പിക്കണമെന്നാണോ? മുസ്ലിങ്ങൾ എന്താ? ഈശ്വരന്റെ സൃഷ്ടിയിലുള്ളതല്ലേ? ഈ ലോകത്തിന്റെ ദുനിയാവിൽ സൃഷ്ടിച്ച പടച്ചവനെ, ഈശ്വരനെ, നിങ്ങൾ വിശ്വസിക്കുന്ന എന്നെ, ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ആ ഈശ്വരനോട് നിങ്ങൾക്ക് മാപ്പ് കിട്ടുമോ? അതാണ് ഞങ്ങൾ പറയുന്നത്. ഈ ഇസ്രയേൽ എന്നുള്ളതല്ല, അങ്ങനെ ശത്രുരാജ്യങ്ങളെ തന്നെ എതിർക്കുന്നവരെ നിശേഷം നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഏത് രാജ്യങ്ങളുണ്ട്, അവിടെ ജാതിയോ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇവിടെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ അന്യരല്ല, അവരും ലോകത്തിന്റെ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതാണ്. പ്രപഞ്ചത്തിന്റെ ജനതയിൽ ആവശ്യമുള്ളതാണ്. ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. അത് ഈ ലോകത്തിന് അതിർത്തിയില്ല. അത് പാലസ്തീൻ ആയിക്കോട്ടെ, ഇന്ത്യയാവട്ടെ, പാകിസ്ഥാൻ ആവട്ടെ. ഞങ്ങൾ പറയുന്നു, പാലസ്തീനിലെ ഓരോ സഹോദരങ്ങളെയും, ഓരോ തുള്ളി ചോരയ്ക്കും 1000 പേർ ഉയരും പിന്നീട് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പാലസ്തീനിലെ മുസ്ലിങ്ങളെ അവിടുത്തെ ഹമാസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ചുക്കാൻ പിടിക്കുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുകയാണ്, ഒരു മനുഷ്യനെ, ഒരു കുഞ്ഞിനെ നിങ്ങൾ കൊല്ലുമ്പോൾ, അവിടുത്തെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് സംരക്ഷിക്കുന്ന ഒരു അമ്മമാരെ കൊല്ലുമ്പോൾ, അവരെ രക്ഷിതാക്കളെ കൊല്ലുമ്പോൾ 1000 പേർ ലോകത്ത് ഉയരെടുക്കുകയാണ്, അവർക്ക് ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതുകൊണ്ട് പാലസ്തീനിൽ ഒതുങ്ങില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ഈ ലോകത്ത് ഇത് കേൾക്കുന്ന ജനത പറയണം, ഞങ്ങൾ എന്നും അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്കൊപ്പമാണ്, അവിടെയാണ്. അതുകൊണ്ടാണ് യത്തീമിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നവനാണ് ദൈവദൂതനെന്ന് പറയുന്നത്. യത്തീമിന്റെ കണ്ണുനീർ എന്താണ്? യത്തീം അനാഥരായവനെ സംരക്ഷിക്കുന്നവനാണ് യത്തീം രക്ഷിക്കേണ്ടത്, അവനാണ് ദൈവദൂതൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈശ്വരനിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നാം ഒറ്റക്കെട്ടായി നീങ്ങണം. ഇവിടെ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രഖ്യാപനം പല ദിവസങ്ങളിലും നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി സമരത്തിന് നയിക്കുവാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിലുള്ള ഒരാളാണ് ഞാൻ.
അതുകൊണ്ട് പറയുന്നു, ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ പാലസ്തീൻ ഐക്യദാർഢ്യം INL സംഘടിപ്പിച്ചതിന് വളരെ നന്ദിയുണ്ട് നാഷണൽ ലീഗിന്, അതിന്റെ നേതാക്കൾക്ക് നന്ദിയുണ്ട്. അതുകൊണ്ടാണ് എത്ര തിരക്കുണ്ടെങ്കിലും ഇവിടെ വരണമെന്ന് പറഞ്ഞപ്പോൾ വരാൻ തോന്നി. നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് സമ്പത്ത് സഖാവ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അധികമായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ബാക്കി കാര്യങ്ങൾ പറഞ്ഞു വിശദീകരിക്കുവാൻ അദ്ദേഹം തയ്യാറാകും. അതുകൊണ്ട് ഇവിടെ കൂടിയ ഐക്യദാർഢ്യ പ്രഖ്യാപനം, ഈ സമ്മേളനം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എന്നും ഈ ഐക്യദാർഢ്യത്തിനൊപ്പം ആര് സംഘടിപ്പിച്ചാൽ അവനോടൊപ്പം ഉണ്ടാവും, ഈ നാഷണൽ ലീഗിനോടൊപ്പം എന്ത് പരിപാടിക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി നമ്മുടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഡോക്ടർ എ സമ്പത്ത് MP ആണ്, ex-MP ആണ്. സഖാവ് പന്ന്യൻ രവീന്ദ്രന്റെ സാറിനെ സംബന്ധിച്ച്, സഖാവിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചതുപോലെ എല്ലാ കാലത്തും ഇരകൾക്കൊപ്പം നിൽക്കുന്നതിൽ ഏറെ മുന്നിൽ നിന്നിട്ടുള്ള ഒരു സഖാവാണ്. ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാനുള്ളത് റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പ് ഡൽഹിയിൽ ആദ്യമായി സന്ദർശിച്ച ഒരു പാർലമെന്റേറിയൻ. ആ അവകാശം ഡോക്ടർ എ സമ്പത്തിന് അവകാശപ്പെട്ടത് മാത്രമാണ്. ഇരകളുടെ പേരിൽ സംഘടിച്ച് MP-മാരായ ഒരുപാട് പാർട്ടികളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഇരയുടെ ജാതിയോ മതമോ വോട്ട് ബാങ്കോ നോക്കാതെ ആ മാനവികതയിൽ അധിഷ്ഠിതമായ കമ്മ്യൂണിസ്റ്റ് ധർമ്മം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഇരകൾക്കൊപ്പം ആദ്യമായി ഓടിയെത്തി അവരുടെ കണ്ണീരൊപ്പിയ ഒരു പാർലമെന്റേറിയൻ സഖാവ് എ സമ്പത്താണ്. തത്തുല്യമായി നമുക്കറിയാം, എന്റെ ജന്മമാണ് എന്റെ ശാപം എന്ന് എഴുതി വെച്ചുകൊണ്ട് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിനുള്ളിൽ തൂങ്ങി മരിച്ച രോഹിത് വെമുല, അദ്ദേഹത്തിന്റെ ആ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയോടുകൂടി ആ ഹൈദരാബാദിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. മലയാളി വിദ്യാർത്ഥികളടക്കം ക്രൂരമായി വേട്ടയാടപ്പെട്ടു. ആ ഭീതിജനകമായ ആ കാലയളവിൽ ആ വിദ്യാർത്ഥികളുടെ കണ്ണീരൊപ്പിക്കൊണ്ട് ജനാധിപത്യ വിശ്വാസത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആദ്യമായി ഓടിയെത്തിയ പാർലമെന്റേറിയന്മാരിൽ ഒരാൾ അത് ഡോക്ടർ എ സമ്പത്താണ്. നേരത്തെ ഞാൻ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇരകൾക്കൊപ്പം പ്രതിബദ്ധതാപൂർവം നിന്ന അത്തരം പ്രതിഭകളോട് പ്രതിബദ്ധത പുലർത്താൻ അത്തരം സമൂഹങ്ങൾക്കായോ എന്ന് ആ സമൂഹങ്ങളും പുനർചിന്തനം നടത്തേണ്ട ഒരു വേളയാണ്. തീർച്ചയായും ഈ ഐക്യദാർഢ്യ സംഗമത്തിന് ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആദരണീയരെ, പ്രിയമുള്ളവര്, അതെ, പന്ന്യൻ രവീന്ദ്രനും ഞാനുമെല്ലാം ഈ വാലുള്ള MP-മാരാണ്. എല്ലാ MP-മാർക്കും ഉറപ്പുള്ളൊരു കാര്യം പിന്നെ നമ്മൾ വാല് കിളിർക്കും എന്നുള്ളതാണ്. അതെ, നമ്മൾ MP-മാർ ex-MP-മാരാവുന്നു എന്ന് പറയുന്നത്. ആദരണീയനായ സഖാവ് പന്ന്യൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന നിങ്ങൾ അഭിവന്ദരായ പണ്ഡിത ശ്രേഷ്ഠന്മാരും നമ്മുടെ സഹോദരന്മാരും കുട്ടികളും എല്ലാം പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. ഞാൻ എന്തെങ്കിലും ദീർഘമായ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഈ പ്രതിഷേധ ജ്വാലയുടെ ഭാഗമായി നമ്മൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും നിങ്ങളോടൊപ്പം പങ്കെടുക്കുകയും ചെയ്യുന്നു. അത് ഞങ്ങളെല്ലാവരും, സഖാവ് പന്ന്യൻ രവീന്ദ്രൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ പൊതുപ്രവർത്തകരെല്ലാം നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഈ വിഷയം, ലോക സമാധാനം എന്നത് നമ്മുടെ എല്ലാവരുടെയും നിതാന്തമായ ആഗ്രഹമാണ്. യുദ്ധം എന്നത് മാനവരാശിയുടെ ശത്രുവാണ്. അത് സാമ്പത്തികമായ കാരണങ്ങളായാലും കൊളോണിയൽ കാരണങ്ങളായാലും മതപരമായ കാരണങ്ങളായാലും ഒരു മനുഷ്യന്റെയും ജീവൻ അപഹരിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ചങ്കിടിപ്പ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടത് മനുഷ്യന്റെ ജീവനാണ്. ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടത് മനുഷ്യന്റെ ജീവനാണ്. മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന എന്ത് കാര്യവും പുണ്യപ്രവൃത്തിയായി കാണുന്ന ഒരു സാധാരണ മനുഷ്യജീവിയാണ് ഞാൻ. ഇവിടെ ഫലസ്തീനെ സംബന്ധിച്ചുള്ള ചരിത്രമൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മഹാത്മാഗാന്ധി ജീവിച്ചിരിക്കുന്ന വേളയിൽ തന്നെ, പണ്ഡിറ്റ് നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ തന്നെ
ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ എടുത്ത നിലപാടുകളുണ്ട്. ആ നിലപാട് സമീപകാലത്തായി അത് വെള്ളം ചേർക്കപ്പെട്ടു എന്നുള്ളതല്ല, വർഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അതിൽ വിഷം ചേർക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി. ഈ ഇസ്രായേലുമായി ഏറ്റവും കൂടുതൽ വ്യാപാര ബന്ധമുള്ള ഒരു രാഷ്ട്രം ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്കയാണ് അവരുമായി ഏറ്റവും കൂടുതൽ വ്യാപാര ബന്ധമുള്ള ഒരു രാഷ്ട്രം. കാരണം ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ, പഴങ്ങൾ, പഴച്ചാറുകൾ, അതുപോലെ ഖനിജങ്ങൾ, ധാതുദ്രവ്യങ്ങൾ, അങ്ങനെ പലതും ഇസ്രായേലിലേക്ക്, രത്നം, വൈഡൂര്യം, അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഇസ്രായേലുമായി ഏറ്റവും കൂടുതൽ വ്യാപാര ബന്ധമുള്ള ദക്ഷിണാഫ്രിക്കയാണ് അന്തർദേശീയ നീതിന്യായ കോടതിയിൽ ആദ്യമായി ഇസ്രായേലിനെതിരായി ഒരു കേസ് കൊടുക്കുന്നത്. ആ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ആദ്യന്തം വാശിയോടുകൂടി അങ്ങനെ ദക്ഷിണാഫ്രിക്കയിലെ ജനത നിൽക്കുകയുണ്ടായി. വർണ്ണവർക്കെതിരായ, അപ്പാർത്തൈഡിനെതിരായ ധീരമായ പോരാട്ടം നടത്തിയ ദക്ഷിണാഫ്രിക്ക മഹാത്മാഗാന്ധിയെ ആത്മീയ ഗുരുവായി പ്രഖ്യാപിച്ച നേതാക്കന്മാരുടെ നാടാണ്. 24 വർഷക്കാലം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് 16 വർഷത്തിലേറെക്കാലം റോബൻ ഐലൻഡിലെ ഏകാന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട നെൽസൺ മണ്ടേല ഉൾപ്പെടെ എന്റെ ഗുരു മഹാത്മാഗാന്ധിയാണ് എന്ന് പ്രഖ്യാപിച്ച, എന്നാൽ മഹാത്മാഗാന്ധിയുടെ സ്വന്തം നാട് ഇസ്രായേൽ അവിടെ ഫലസ്തീനെതിരായുള്ള ആക്രമണം അധിനിവേശത്തിന്റെ ഭാഗമായി, വംശഹത്യയുടെ ഭാഗമായി, എത്നിക് ക്ലൻസിംഗിന്റെ ഭാഗമായി, ആ കൊളോണിയൽ താൽപര്യങ്ങളുടെ ഭാഗമായി നടത്തുമ്പോൾ അവർക്ക് പിന്തുണ നൽകുന്ന നിലയിലേക്ക് ഇന്ത്യ ഗവൺമെന്റ് എത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് എത്തപ്പെട്ടത് എന്ന് നിങ്ങളെല്ലാം ഒന്ന് ആലോചിക്കണം. നാം ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല. ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിലെ നിലവിലുള്ള ഗവൺമെന്റ് അതിന്റെ ഭൂരിപക്ഷമില്ലായ്മ, അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്നത്, അഴിമതി ചോദ്യം ചെയ്യുന്നതിനെതിരായി സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി നെതന്യാഹു നടത്തിയതായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. വളരെ സങ്കീർണമാണ്. എപ്പോഴും ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് അവിടുത്തെ ഭരണാധികാരികൾക്ക് ജനങ്ങളുടെ രോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗം കലുഷിതമാക്കുക വിഷയത്തെ, അയൽക്കാരുമായി അത് സങ്കീർണമാക്കുക, യുദ്ധം പ്രഖ്യാപിക്കുക, യുദ്ധം പ്രഖ്യാപിച്ചില്ലെങ്കിലും യുദ്ധം നടത്തുക, അങ്ങനെ അയൽവക്കത്താണ് ശത്രു എന്ന് ഇങ്ങനെ കൊട്ടിഘോഷിക്കുക ഒക്കെയാണ്. ഇവിടെ ഇസ്രായേൽ ചെയ്തത് ആ ഗാസ മുനമ്പിൽ ഭീകരമായ, വളരെ ചെറിയ ഒരു നാടാണ് നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയുടെ തന്നെ വലിപ്പം പോലും ഇല്ലാത്ത ഒരു നാട്, ലോകത്തിൽ ഇങ്ങനെ ഈ എലിക്കൂട്ടിനകത്ത് എലിയെ ഇടുന്നത് പോലെ, അതിനെ വല്ലാതെ ഈ പുകയ്ക്കുന്നത് പോലെ, ആകാശത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് എല്ലാം മരണം ഇങ്ങനെ കടന്നു വരിക എന്നത് ഏറ്റവും ഭീതിജനകമായ ഒരു കാര്യമാണ്. കൊച്ചുകുട്ടികൾ ജനിച്ചു വീഴുന്നത് മുതൽ വളരുന്ന കാലങ്ങളിലെല്ലാം തന്നെ അവരിങ്ങനെ യുദ്ധം കണ്ട്, യുദ്ധം കേട്ട്, യുദ്ധം അനുഭവിച്ച് അതിന്റെ ഭീകരത, അമ്മമാരെ നൊന്ത് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥ, വളരെ പ്രായമേറിയ ആളുകൾ ആശുപത്രിയിൽ അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ പോലും ലഭ്യമാകാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തുക എന്ന് പറഞ്ഞാൽ, ആശുപത്രികൾ തന്നെ ഇടിച്ചു നിരത്തുന്ന അവസ്ഥയിലേക്ക്, ബോംബിട്ട് തകർക്കുന്ന അവസ്ഥയിലേക്ക് ഒക്കെ വ്യാപകമായ നുണപ്രചരണമാണ് ഇസ്രായേലും അമേരിക്കൻ ഐക്യനാടുകളും ലോകത്തിലെ വിവിധ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ത്യയിലും അതെല്ലാം നടത്തുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിലും എല്ലാം ഇത്തരത്തിൽ വിഷം അതിൽ കൂടി കടത്താൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടക്കാറുള്ളതാണ്. അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അടക്കം ഒന്നിലേറെ തവണ ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ ഇതിനൊന്നും വഴങ്ങാനായി തയ്യാറായിട്ടില്ല. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അവരുടേതായിട്ടുള്ള എല്ലാ കങ്കാണിപ്പണിയും, അവരുടെ ഒരു കരമായി, ഒരു ആമായി, അമേരിക്കൻ കൊളോണിയലിസത്തിന്റെ അവരുടെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് ഒരുപക്ഷെ അവരെ കൂടി നിയന്ത്രിക്കുന്ന നിലയിലേക്ക് ഇസ്രായേൽ നടത്തുന്ന പരിശ്രമങ്ങൾ. ഞാനിവിടെ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഇവിടെ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ ക്യാമ്പ് സന്ദർശിക്കാനിടയായ കാര്യം പറഞ്ഞു. അപ്പൊ അത് അങ്ങനെ സന്ദർശിക്കാനിടയായ സമയത്ത് വളരെ വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. ലോകത്തിലെ ഈ മലീമസമായ വസ്തുക്കൾ കൊണ്ട്, പാഴ്വസ്തുക്കൾ കൊണ്ട് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ എല്ലാം ഈ കുടിലുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര പൊക്കമൊക്കെ ഉള്ളു, അതിനടിയിലൊക്കെ ഈ ഇഴഞ്ഞാണ് കയറാനായി. ക്യാൻസർ രോഗികളുണ്ട്, വ്രണം പൊട്ടിയൊലിക്കുന്നവരുണ്ട് ഒക്കെ. അങ്ങനെ ഈ യമുനയുടെ തീരത്ത് ഏറ്റവും മലീമസം എന്ന് പറഞ്ഞാൽ കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ അങ്ങനെ ഒരു അവസ്ഥയിൽ മനുഷ്യർ ജീവിക്കുക എന്നുള്ളത്. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു കുട്ടികളടക്കം അത്തരത്തിൽ വരുമ്പോൾ ഉള്ളൊരവസ്ഥ ഒരു കാണിച്ചു തന്നൊരു കാര്യം. അപ്പോ ഈ ഏതാണ്ട് പന്നീർസഖാവിന്റെ ഒക്കെ പൊക്കം വരുന്നതായിട്ടുള്ള ഈ അല്ല ഒരു 6 അടി പൊക്കം ഒക്കെ വരുന്ന, അതില് അതായത് എന്റെ മൂപ്പിലാന്റെ പൊക്കം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ശരിയാവില്ല, 6.25 അടി പൊക്കം. അതെ, ഭാഗ്യം പറയണല്ലേ. അപ്പൊ ഇത് ഈ ചെളിക്കട്ട ചവിട്ടിക്കുഴച്ച് അതുകൊണ്ട് കെട്ടിയുണ്ടാക്കി പിന്നെ മുകളില് ഇവര് ഈ എന്തോ പാഴ്വസ്തുക്കൾ കൊണ്ടാണ് നിറച്ചിട്ടുള്ളത്. അവിടുത്തെ ഏറ്റവും വലിയ 2 ഈ
കെട്ടിടമെന്ന് പറയാവുന്ന പോലുള്ളത് രണ്ടെണ്ണം ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ ഈ ഇടവഴിയിൽ ഇങ്ങനെ അവർ നടന്നു വരികയാണ്. നിലത്ത് മുഴുവൻ ഈ മാലിന്യങ്ങളാണ്. കാലേതാണ്ട് മുട്ടുവരെ ഏതാണ്ട് അതിലായി. അപ്പോ ഇതെന്താണെന്ന് ഇത് വീടല്ല എന്ന് മനസ്സിലായി, അത്രയും പൊക്കത്തിലിരിക്കുന്നത്. ഇതെന്താന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത്, സാബ് ये हमारा मस्जिद है और ये हमारा मंदिर है. റോഹിംഗ്യൻ അഭയാർത്ഥികൾ പറഞ്ഞതാണ്. ഈ അഭയാർത്ഥികൾ അവരെല്ലാവരും ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരല്ല. അവിടെ നിന്ന് വന്നിട്ടുള്ളതിനകത്ത് മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളടക്കമുണ്ട്. ഏ ഹമാര മസ്ജിദ് ഹേ സാബ് അവർ ഏ ഹമാര മന്ദിർ ഹേ എന്ന് പറഞ്ഞതാണ്. അപ്പൊ അവിടെ ഈ പോയത് ഇത് കണ്ട് മടങ്ങുന്നതിന് മുമ്പ് അവിടെ കുട്ടികളുണ്ട് എന്നുള്ളത് കൊണ്ട്, കൊച്ചു കുട്ടികളുണ്ട് എന്ന് എന്നോടൊപ്പം വന്ന ചങ്ങാതിമാര് പറഞ്ഞപ്പോ കുട്ടികളുള്ളൊരു സ്ഥലത്താണ്. അങ്ങനെ പോകുന്നത് വളരെ തണുപ്പത്താണ്. കുറെ ബിസ്ക്കറ്റും പിന്നെ കുറച്ച് ആപ്പിളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി അവിടെ കൊണ്ടുപോയി കുട്ടികൾക്ക് ഇത് കൊടുക്കുകയാണ്. ഇവരിത് കൊടുക്കുന്നു, ഞാനും ഇതിനോടൊപ്പം കൂടുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ അവരുടെ ഭാഷ ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടാണ് എന്നോട് പറയണത്. അപ്പൊ ഇത് ഞാനിങ്ങനെ ഓരോ പാക്കറ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അവരും ഇത് കൊടുക്കുന്നുണ്ട്. കുട്ടികളിങ്ങനെ വരിയായി വരികയാണ്. ഈ മോന്റെ പ്രായം വരികയുള്ളൂ. ഒരു ആൺകുട്ടി തണുപ്പത്ത് നിക്കറൊക്കെ ഇട്ടിട്ടുള്ളൂ. അവന് വേറെ കമ്പിളി കുപ്പായമൊന്നുമില്ല. ഇപ്പൊ എന്തോ കൊണ്ടിങ്ങനെ ഈ ദേഹം മറച്ചിട്ടുണ്ട്, അതൊക്കെ ഉള്ളൂ. അപ്പൊ തോളത്തൊരു 3 വയസ്സുകാരി കുട്ടി ഉണ്ട് അവന്റെ തോളില്. ഇപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തു, ഇങ്ങനെ നീട്ടി. അപ്പോൾ ഈ കുട്ടി കൈ ഇങ്ങനെ കാണിച്ചിട്ട് എന്തോ പറഞ്ഞു, എവളെ ചൂണ്ടിക്കാണിച്ചു. എനിക്കത് മനസ്സിലായില്ല. ഇവര് പരിഭാഷപ്പെടുത്തി തന്നത്, അവൻ പറഞ്ഞത് എനിക്ക് കിട്ടി, ഇനി വേണ്ട, ഇവൾ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് അവളെ എടുത്തുകൊണ്ട് വന്നതാണ്. ഒരു അഭയാർത്ഥി കുട്ടി പഠിപ്പിച്ച ഒരു പാഠം, ഒരു ബിസ്ക്കറ്റ് ഒരു ആപ്പിള് അവന് കിട്ടി, മതി, ഇവൾ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ഞാൻ ഇവളെ എടുത്തുകൊണ്ട് വന്നതാണ് എന്ന് പറയുമ്പോ ഈ ഞങ്ങള് അവിടെ പോയ എന്നോടൊപ്പം വന്നവരുടെയൊക്കെ വാസ്തവത്തിൽ ഒരു നിമിഷം ഇങ്ങനെ സ്തബ്ധരായി. ഒന്നുമില്ലായ്മയിലും ഏറ്റവും മാലിന്യ കൂമ്പാരത്തിനിടയിലും ആ കുട്ടികളടക്കം അത്തരത്തിൽ അവിടെ ഒരു പക്ഷേ ഒരു ബിസ്ക്കറ്റ് നുണയാനായി കിട്ടുക, ഒരു ആപ്പിള് നുണയാനായി കിട്ടുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ്. പക്ഷെ ആ കുഞ്ഞ് ഒരു 8-10 വയസ്സുള്ള ഒരു കുട്ടി പഠിപ്പിച്ചൊരു പാഠം എന്നത്, അവരെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നതായ പാഠം എന്നത് മാനവികതയാണ്. ആ മാനവികത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നടത്തുന്നതായിട്ടുള്ള ഏത് പരിശ്രമവും അഭിനന്ദനാർഹമാണ്. നാഷണൽ ലീഗ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ ഇവിടെ നമ്മുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഇന്ന് വൈകുന്നേരം ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത്, ഇത് തുടർന്നു നമ്മൾ നാട്ടിലും തെരുവിലും പണിയിടങ്ങളിലും കുടുംബങ്ങളിലും എല്ലാം ഇത് തുടർന്ന് തന്നെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അഭംഗുരം അനിവാര്യമായി നടത്തേണ്ടതായ പരിശ്രമത്തിന്റെ ഒരു കണ്ണി മാത്രമായി ഇതിനെ കാണാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ ജ്വാലയിൽ ഞാനും കണ്ണി ചേരുകയാണ്. ലോകസമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, യുദ്ധത്തിനെതിരായുള്ള മാനവികതയുടെ പ്രതീകമായിട്ടുള്ള അത്തരം പ്രവർത്തനങ്ങളിൽ നാഷണൽ ലീഗിന് അഭിവാദ്യങ്ങൾ നേരുകയാണ്. നന്ദി. അടുത്തതായി പ്രതിഷേധ ജ്വാലയ്ക്ക് സംസാരിക്കുന്നതിലേക്ക് വേണ്ടി പാച്ചില്ലൂർ അബ്ദുസലീം മൗലവിയെ ക്ഷണിച്ചോളൂ. ബഹുമാനമുള്ള പന്നിന്റെ സഹപ്രവർത്തകർ, സമ്പത്ത് എക്സ്എംപി അവർകൾ, പുല്ലല്ലൂർ ജലീൽ സാഹിബ്, കാസിം സാഹിബ്, നാഷണൽ ലീഗിന്റെയും നാഷണൽ യൂത്ത് ലീഗിന്റെ ഒക്കെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ പ്രോജ്വലമായ 2 പ്രസംഗങ്ങൾ കഴിഞ്ഞു. ഈ പരിപാടി ഇന്ന് ലോകം ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ ഒരു പുതിയ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, ഇന്ന് നമ്മൾ പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ലോകത്തെ 30 ലക്ഷത്തോളം മുസ്ലിമീങ്ങൾ മിനയിലാണുള്ളത്. നാളെ അവർ മിനയിൽ കുറച്ചുകൂടെ സജീവമാകും. ഇസ്ലാമിക ലോകം ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളുടെ ഒരു തിരക്കിലാണ്. ഇന്ത്യയിലാവട്ടെ ജനാധിപത്യത്തിന്റെ ഉത്സവം കഴിഞ്ഞിട്ട് എല്ലാവരും തെരുവിലാണ്, ചിലരൊക്കെ അല്ലാത്തൊരവസ്ഥയിലാണ്. ഏതാണെങ്കിലും ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭീകരമായ മനുഷ്യക്കുരുതി കണ്ടുകൊണ്ട് നിൽക്കാൻ നമ്മൾ തയ്യാറല്ല എന്ന ഒരു സന്ദേശമാണ് INL ഈ സമയത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്, നാഷണൽ ലീഗ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. നാഷണൽ ലീഗ് സംബന്ധിച്ചിടത്തോളം നമുക്ക് മനുഷ്യത്വത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇനിയും കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. കാരണം നേരത്തെ ഇവിടെ പലരുടെയും പ്രസംഗത്തിൽ നിന്ന് വ്യംഗ്യമായി സൂചിപ്പിച്ചതുപോലെ, കുറച്ചുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളെയൊക്കെ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യം ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.
മനുഷ്യസ്നേഹികൾ പല സ്ഥലത്തും അകറ്റപ്പെടുന്നു. എന്താണോ ഫലസ്തീനിലെ ജനവിഭാഗത്തോട് സാമ്രാജ്യത്വം കാണിക്കുന്നത്, ആ ഒരു സാമ്രാജ്യത്വ മനോഭാവത്തിലേക്ക് നമ്മുടെ രാജ്യത്തുള്ള ഒരു വലിയ സമൂഹം മാറിപ്പോണത് അപകടകരമാണ്. നാഷണൽ ലീഗ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ മുദ്രാവാക്യം കുരി നൽകപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന ആ സമൂഹത്തിനോടുള്ള നമ്മുടെ പിന്തുണ തീർച്ചയായും പന്നീർ സഖാവൊക്കെ ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാണ് ഫലസ്തീനികൾക്ക് വേണ്ടി ധീരമായി സംസാരിക്കുന്നത്. കാരണം ഫലസ്തീനികളെ തീവ്രവാദികളെന്ന് വിളിച്ച പല ആളുകളും ഇന്ന് അധികാരത്തിന്റെ അമരത്താണുള്ളത്. അപ്പോ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പ് നടത്തുന്ന അത്തരം പ്രസ്ഥാനങ്ങളോട് നമ്മുടെ സ്നേഹമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായും ഇന്ത്യ രാജ്യം എന്നും നീതിയുടെയും നന്മയുടെയും പക്ഷത്ത് നിലനിന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ പൈതൃകവും പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ജനങ്ങളെ കൂടുതൽ മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് പിടിച്ചു നിർത്താൻ ആവശ്യമായ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി നാഷണൽ ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ള മഹത്തായ സന്ദേശം നൽകുന്ന ഈ പരിപാടി രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് വേണ്ടി ഉയർത്തപ്പെട്ട നമ്മുടെ നാം വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ വിളംബരം ചെയ്യുന്ന ഈ ഒരു സന്ദേശം ലോകം ഏറ്റുവാങ്ങട്ടെ. ലോകത്ത് അതിന്റെ സന്ദേശം മനുഷ്യത്വപരമായി ആരടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ വിജയവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാ ആളുകളും സംസാരിച്ചപ്പോ സൂചിപ്പിച്ചത് മനുഷ്യരെക്കുറിച്ചും മനുഷ്യ നന്മകളെക്കുറിച്ചുമാണ്. നമ്മുടെയൊക്കെ ജീവിതം വളരെ നിസ്സാരമാണ്, നൈമിഷികമാണ്. നമ്മൾ നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ മനുഷ്യരിവിടെ ജനിക്കുന്നു, എത്രയോ മനുഷ്യരിവിടെ ജീവിച്ചു പോകുന്നു, മരിച്ചു പോകുന്നു. അവരെക്കുറിച്ചൊന്നും ആളുകൾ ആരും ഓർമ്മിക്കുന്നില്ല. മറിച്ച് നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ഇവിടെ നേരത്തെ സമ്പത്ത് സഖാവ് പറഞ്ഞു നിർത്തിയത് നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഞാൻ ഇന്ന് വരുന്നത് കുവൈത്തിൽ നിന്നാണ്. നാളെ നടക്കുന്ന ലോക കേരള സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. ഇതിലെ കുവൈത്തിൽ നടന്ന ദുരന്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാത്രി ഉറങ്ങിക്കിടന്ന ആളുകൾ ഒരു നിമിഷം കൊണ്ട് അവർ ഉറങ്ങിക്കിടന്ന ഫ്ളാറ്റിൽ തീപിടിക്കുകയും 14 മലയാളികൾ ഉൾപ്പെടെ 49 ആളുകളാണ് ഇന്നലെ രാത്രി ഉണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞു. മിനിഞ്ഞാന്ന് രാത്രി ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിലെ പല സ്വപ്നങ്ങളും ഉണ്ടായ ആളുകൾ, പലതും ആഗ്രഹിച്ച ആളുകൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ എണീക്കാൻ വേണ്ടി അവരുടെ ജീവൻ ബാക്കിയുണ്ടായിരുന്നില്ല. എത്രയോ മനുഷ്യർ നൈമിഷികമായ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത്, നമ്മൾ ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, നമ്മൾ ഇസ്ലാം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഏത് മതവിശ്വാസിയാലും അവന്റെ ജീവിതം പൂർണ്ണമാകുന്നില്ല. നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ലെന്നാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത്. നീ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, നീ നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. ധർമ്മയുദ്ധം നടക്കുമ്പോൾ നിന്റെ മുമ്പിലുള്ളത് ആരാണെന്ന് നോക്കാതെ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു, നമ്മൾ ഏത് വിശ്വാസി ആയിക്കോട്ടെ, നമുക്ക് മറ്റുള്ളവന്റെ വിഷമം നമ്മുടെ വിഷമമായി മാറാത്തിടത്തോളം നമ്മുടെ ഒരു മനുഷ്യനെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്ന് എനിക്ക് താൽക്കാലികമായി താമസിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞ ആളുകൾക്ക് നിങ്ങൾ അഭയം നൽകി, അവസാനം നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കിവിട്ട് അയാൾ ആ വീടിന്റെ അധികാരം സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുക എന്നുള്ളതാണ് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള ചരിത്രം പറയുമ്പോൾ ഏറ്റവും നല്ല ഉദാഹരണമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ വെമ്പായ നസീറിന്റെ ഒരു നാടകം, ഞാൻ ഇപ്പോഴും അത് ഓർമ്മിക്കുകയാണ്, കോഴിക്കോട് അദ്ദേഹം കളിച്ചൊരു നാടകം. എന്റെ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിച്ചു വന്ന ആളുകൾക്ക് ഞാൻ അവസരം കൊടുത്തു. അവസാനം ആഗ്രഹിച്ച ആ താമസിച്ച ആളുകൾ എന്നെ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് ഒരു രാജ്യമുണ്ടാക്കാൻ അനുവദിക്കുകയും ഫലസ്തീനിലെ ജനത അവർക്ക് വേണ്ടി യൂറോപ്പിലെ ബ്രിട്ടനിലെ അമേരിക്കയിലെ ജൂതന്മാർക്ക് ഒരു രാജ്യമുണ്ടാക്കാൻ അവസരം കൊടുത്തു. അവസാനം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഈ ഫലസ്തീനെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഏത് യുദ്ധമായാലും അതിലെ നഷ്ടം സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ കുട്ടികളും സ്ത്രീകളുമാണ് ഏറ്റവും ബുദ്ധിമുട്ടപ്പെടുന്നത്. യുദ്ധത്തിന്റെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്ന ഭീകരമായ രാജ്യത്തിനെതിരെ ഈ പ്രതിഷേധിക്കുന്ന നാഷണൽ ലീഗിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഈ ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും അറിയിച്ചുകൊണ്ട് ഇത്തരം പരിപാടികൾ നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ, നമ്മൾ സ്വയം പറഞ്ഞാൽ മാത്രമേ നമുക്ക് ജനങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധത്തിലുള്ള ഐക്യദാർഢ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി സംസാരിക്കുന്നത് GCC കമ്മിറ്റിയുടെ സെക്രട്ടറി സുബൈർ സാഹിബിനെ ആദരവോടെ ക്ഷണിച്ചു. പ്രിയപ്പെട്ട നേതാക്കന്മാരെ,
സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തിരുവനന്തപുരം നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ ജ്വാലയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ കാര്യങ്ങളൊക്കെ ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഈ 7 പതിറ്റാണ്ടായി പിറന്ന നാടിനു വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഫലസ്തീനിലെ ജനത. സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ആ ജനത നമ്മൾ ഈ സമയത്ത് ഇവിടെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുമ്പോഴും അവിടെ ഓരോ കുട്ടികളും സ്ത്രീകളും വയോവൃദ്ധരും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ മുഴുവൻ ജനങ്ങളും ഫലസ്തീനിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി അവിടുത്തെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. മുമ്പൊന്നുമില്ലാത്ത വിധം യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി അവരുടെ സ്വയം ഭരണാവകാശത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷത്തിലാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വളരെ സന്തോഷകരമായി ആ ജനതയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ മാനവികത ഉയർത്തിപ്പിടിക്കുക എന്നതാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത്. ഏത് മനുഷ്യനായി കഴിഞ്ഞാലും മതമോ ജാതിയോ നോക്കാതെ പ്രയാസപ്പെടുന്നവന് വേണ്ടി ശബ്ദിക്കുക എന്നതാണ് എന്റെയും നിങ്ങളുടെയും കർത്തവ്യം. ആട്ടിയോടിക്കപ്പെടുന്നവൻ, സ്വന്തം നാട്ടിൽ നിന്ന് അടിച്ച് ഇറക്കപ്പെടുന്നവൻ, അവന്റെ മതമോ ജാതിയോ നോക്കാൻ പാടില്ല എന്നാണ് എല്ലാ മതങ്ങളും നമ്മെ ഉദ്ഘോഷിക്കുന്നത്. കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച, നാഷണൽ ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ ജ്വാലയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. IMCC നാഷണൽ കമ്മിറ്റിയുടെ, GCC കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഇതിന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അലീമിയ ഫൗണ്ടേഷന്റെ ചെയർമാൻ ഷാഫി നദ്വി ആദരപുരഷൻ. നാഷണൽ ലീഗിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കളെ, ബഹുമാന്യ സുഹൃത്തുക്കളെ, എനിക്ക് തോന്നുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം തലസ്ഥാന നഗരിയിൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഈ വിഷയം ഉന്നയിച്ചത് നാഷണൽ ലീഗാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വലിയ പ്രശ്നങ്ങളും കൂട്ടക്കുരുതികളുമൊക്കെ നടമാടിയപ്പോൾ ജനാധിപത്യ മതേതരത്വ സമൂഹം ഒന്നടങ്കം തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അധികാരിവർഗങ്ങളെ അറിയിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിശക്തമായ സമരങ്ങളിൽ നിന്നൊക്കെ പലവിധ കാരണങ്ങളാൽ, ഇലക്ഷന്റെ കാരണങ്ങളാൽ അല്ലെങ്കിൽ മറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ പ്രതിഷേധ സമരമുറകളിൽ നിന്നൊക്കെ പിന്നോക്കം പോകുമ്പോ ഈ സന്ദർഭത്തിലും അവിടെ പച്ചയായ മനുഷ്യനെ പച്ചയ്ക്ക് കത്തിക്കുന്ന സമ്പ്രദായമാണ് അവിടെ ഗസയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് ചോദിക്കാനും പറയാനും ആളില്ലാത്ത വിധം സയനിസ്റ്റ് ശക്തികൾ അല്ലെങ്കിൽ സാമ്രാജ്യത്വ ലോബികൾ ഈ രാജ്യം മൊത്തവും പിടിച്ചടക്കുന്ന തരത്തിലുള്ള ഒരു ശ്രമത്തിലേക്കും രീതിയിലേക്കുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരുണത്തിൽ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ജനാധിപത്യ സമൂഹങ്ങളെ മൊത്തവും അണിനിരത്തിക്കൊണ്ട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുന്നിൽ ഇന്ത്യൻ നാഷണൽ ലീഗ് സംഘടിപ്പിച്ച ഈ ഐക്യദാർഢ്യത്തിനും അതുപോലെ തന്നെ പ്രതിഷേധ ജാലയ്ക്കും എല്ലാവിധ ഭാവുകങ്ങളും പിന്തുണയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ഈ സന്ധ്യാപ്രാർത്ഥനയുടെ സമയം എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു സായം സന്ധ്യയിൽ ധീര രക്തസാക്ഷികളുടെ ധീരചരമം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിവിടെ സ്ഥാപിതമായ
ഈ രക്തസാക്ഷി സ്ക്വയറിൽ ഫലസ്തീനിൽ പിടഞ്ഞു വീണ ഓരോ മനുഷ്യജീവനുകൾക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നാഷണൽ ലീഗ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇവിടെ ഒരു മെഴുകുതിരി കത്തിക്കുകയാണ്. എല്ലാവരും ആ കർമ്മത്തിൽ പങ്കാളികളാവുക.